പറയുന്നത് കേൾക്കുന്നില്ലേ? ഇതിലിപ്പോ ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8. മുതിർന്ന കുട്ടികളോ? ഡിഗ്രി കഴിഞ്ഞാലുണ്ട്. നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങാം. ഒരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിനൊരു മോഹം, ഈ ലോകത്തുള്ള എല്ലാ അറിവിനെയും ഒരുമിച്ച് കൂട്ടണമെന്നൊരു മോഹം. ഈ ലോകത്തുള്ള എല്ലാ അറിവിനെയും ഒരുമിച്ച് കൂട്ടണം. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? കൊട്ടാരത്തിലെ പണ്ഡിതരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളിത് ചെയ്യണം. അപ്പൊ രാജാവ് പറഞ്ഞതല്ലേ, തിരുവായ്ക്കെതിർവായില്ല. അഥവാ രാജാവ് പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ തലവെട്ടും. അങ്ങനെ അവര് ഒരുപാട് വർഷം തല പുകഞ്ഞ് ആലോചിച്ചിട്ട് ലോകത്തുള്ള എല്ലാ അറിവിനെയും ഒരുമിച്ച് കൊടുത്തു. ഒരുപാട് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ, കഥയാണ് കാര്യം. അപ്പൊ തന്റെ മുന്നിൽ മല പോലെ ഉയർന്നു കിടക്കുന്ന ഈ ഗ്രന്ഥശേഖരം കണ്ട് രാജാവ് അത് അന്താളിച്ചു. രാജാവ് പറഞ്ഞു, ഇത് മുഴുവനും ഒരു ജന്മം കൊണ്ട് വായിച്ചു തീർക്കാൻ കഴിയില്ല, അപ്പൊ ഇതൊന്ന് ചുരുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് 500 പുസ്തകമായിട്ട് ചുരുക്കി. രാജാവ് പറഞ്ഞു, 500 പുസ്തകമായാലും വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ഈ കൂട്ടത്തിൽ 500 പുസ്തകം വായിച്ച ആരെങ്കിലും ഉണ്ടോ? ഇവിടെ കുറച്ചപ്പോൾ ആലങ്കോട് എന്നുള്ള സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആലങ്കോട്, അവിടെ ഒരു എഴുത്തുകാരനുണ്ട്, ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? സാഹിത്യോത്സവ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവരൊരു വർഷം 500 പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം 500 പുസ്തകം വായിച്ചിട്ടുണ്ട്. ശശി തരൂർ ഒരിക്കലും എല്ലാ വർഷവും ഒരു വർഷം 365 പുസ്തകം വായിക്കണമെന്ന് കരുതി. അങ്ങനെ അദ്ദേഹം വായിക്കാൻ തുടങ്ങി. 365 പുസ്തകം ആകുമ്പോഴും ആ വർഷത്തിൽ കുറച്ചുകൂടി ദിവസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. ഞാൻ ഇടയിൽ മഴച്ചതായിട്ട് പറഞ്ഞു മാത്രം. അങ്ങനെ 500 പുസ്തകം കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, ഇത് വായിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതൊന്ന് ചുരുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ചുരുക്കി 100 പുസ്തകമാക്കി. കൂട്ടത്തിൽ 100 പുസ്തകം വായിച്ചവരുണ്ട്. മുഴുവനല്ല, ഭാഗികമായിട്ടൊക്കെ കിതാബടക്കം വായിക്കണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇതൊന്ന് ചുരുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ഒറ്റ പുസ്തകമാക്കി. രാജാവ് പറഞ്ഞു, കുറച്ചുകൂടി ചുരുക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിക്കായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ചുരുക്കി ഒരു പാരഗ്രാഫ്. ലോകത്തുള്ള എല്ലാ അറിവിനെയും ഒരു പാരഗ്രാഫ്. രാജാവ് ചോദിച്ചു, ഇനിയൊന്ന് ചുരുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ആ പണ്ഡിതരെല്ലാവരും ചേർന്ന് അതിനെ അത് ഒരൊറ്റ സെന്റൻസ് ആക്കി, ഒരൊറ്റ വാക്യമാക്കി മാറ്റി. ഈ ലോകത്തുള്ള എല്ലാ അറിവിനെയും. ആ വാക്യം കണ്ട് രാജാവ് ചിരിച്ചു. രാജാവ് പ്രതീക്ഷിച്ചത് ആ വാക്യം തന്നെയായിരുന്നു. അതെന്താണെന്നറിയാം? ആർക്കും ഒന്നും വെറുതെ കിട്ടുന്നില്ല, ആർക്കും ഒന്നും വെറുതെ കിട്ടുന്നില്ല. ഇക്കൂട്ടത്തില് നമ്മുടെ വിഷയം എന്താണ്? രചനയുടെ രാജമാർഗമാണ്. ഇതിൽ എഴുത്തുകാരാണ് താല്പര്യമുള്ള ആളുകളൊന്നുമില്ല എല്ലാവരും. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതണം, എഴുതുന്നത് നന്നായി എഴുതണം, ഞാൻ പറയുന്നത് എനിക്ക് നന്നായി ആവിഷ്കരിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ എനിക്ക് വലിയ പണ്ഡിതനാകണം, അങ്ങനെ പല ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ടാവില്ല. എന്നാൽ ആർക്കും ഒന്നും വെറുതെ കിട്ടുന്നില്ല. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. എഴുത്തുകാരനാകണമെങ്കിൽ എന്താണ് അധ്വാനം? എന്താണ്? ഞാൻ അങ്ങോട്ട് വരണം, അവിടെ പറഞ്ഞാൽ പോലെ നമ്മൾ നന്നായിട്ട് വായിക്കണം. നിങ്ങളിങ്ങോട്ട് സംസാരിക്കണം. ഒരു ഇന്ററാക്റ്റീവ് സെഷനായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നന്നായി വായിച്ചാൽ നമുക്ക് എഴുത്തുകാരനാക്കാൻ സാധിക്കുള്ളൂ. എല്ലാവർക്കും പല അസുഖങ്ങളും ഉണ്ടാകും, പലർക്കും പല അസുഖങ്ങളുണ്ടാകും. കുറച്ച് അസുഖങ്ങളെ പേര് പറയും. പനി, തലവേദന, ഊരവേദന, ജലദോഷം, നെഞ്ചുവേദന, ഒരുപാട് അസുഖങ്ങളുണ്ടല്ലേ. ഇതുപോലെ
അസുഖങ്ങൾ ഉണ്ടാവുക. ഏതെല്ലാം എഴുത്തുകാർക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ? വാക്കുകൾ കിട്ടാതെ വരാം, വിഷയദാരിദ്ര്യം, ശാരീരികമായതല്ല, രചനാപരമായിട്ട് എഴുത്തുകാർക്ക് ഉണ്ടാകുന്ന അസുഖം. ഭാഷ, അതെ, സാഹിത്യ ഭംഗിയില്ലാത്ത ഭാഷ. അതെ, ഒരുപാട് അസുഖങ്ങൾ എഴുത്തുകാർക്ക് ഉണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ വിഷയദാരിദ്ര്യം, ഭാഷാ ഭംഗിയില്ലായ്മ, കവിത എഴുതുന്നു പക്ഷെ അതിനൊന്നും കവിത ഇല്ലാതെ വരും, പരത്തി പറയാം, രചനാസ്തംഭനം, റൈറ്റേഴ്സ് ബ്ലോക്ക് എന്ന് പറയാം. ഇതെല്ലാം എഴുത്തുകാർക്കുള്ള അസുഖങ്ങളാണ്. അസുഖം മാറാൻ എന്താ ചെയ്യാം? ഗുളിക കുടിക്കണം, ഡോക്ടറെ പോയി കാണണം, അല്ലേ? ഈ അസുഖങ്ങൾക്കുള്ള മരുന്ന് എവിടെ കിട്ടും? പുസ്തകങ്ങൾ കിട്ടും. അതെ, പുസ്തകങ്ങൾ കിട്ടും, വായിച്ചാൽ. അപ്പോൾ എഴുത്തുകാർക്കുള്ള അസുഖങ്ങളെ മരുന്ന് എവിടെ കിട്ടും? പുസ്തകങ്ങൾ കിട്ടും. അപ്പൊ നമ്മൾ നന്നായിട്ട് വായിച്ചാലേ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? ഈ വായന ഒരു നിക്ഷേപമാണ്. നിക്ഷേപം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇൻവെസ്റ്റ്മെന്റാണ്. ഒരാൾക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം, ബിസിനസ്സിൽ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കണം, പക്ഷെ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അയാൾ നമുക്ക് മണ്ടനെന്ന് വിളിക്കണം, ശരിയല്ലേ? അതുപോലെ എനിക്ക് നന്നായി എഴുതണം, നല്ല നല്ല കൃതികൾ ലോകത്തിന് സമ്മാനിക്കണം, പക്ഷെ എനിക്ക് വായിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളെ നമുക്ക് മണ്ടനെന്ന് വിളിക്കേണ്ടി വരും. അപ്പൊ നന്നായിട്ട് വായിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട്, പ്രഥമമായിട്ട്, പ്രാഥമികമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്, ഈ എഴുത്തുകാർ അവർക്ക് അക്ഷരങ്ങൾ അറിയാം, ശരിയല്ലേ? നിങ്ങൾക്ക് അക്ഷരങ്ങൾ അറിയാം. 5 വയസ്സിന് മുമ്പോ അല്ലെങ്കിൽ 5ാമത്തെ വയസ്സിലൊക്കെ അക്ഷരം പഠിച്ച ആളാണ് ആര്? മലയാളി. പക്ഷെ ഈ അക്ഷരം അറിയുന്ന എല്ലാ മലയാളിയും എഴുത്തുകാരാകുന്നല്ലോ ഇല്ല. അപ്പൊ അവിടെയുള്ള വ്യത്യാസം, അക്ഷരങ്ങളെ ഗൗരവമായി കാണുന്ന ആളുകൾക്ക് എഴുത്തുകാരനാകാൻ സാധിക്കുന്നത്. ഈ അക്ഷരങ്ങൾ എങ്ങനെ ഗൗരവമായിട്ട് കാണാൻ? നിങ്ങൾ ചെറിയ കുട്ടിയാവുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൗരവം ഉണ്ടായിരുന്നു? നിങ്ങളിങ്ങനെ കളിച്ച് രസിച്ച് നടക്കല്ലേ? അപ്പോ നിങ്ങൾ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. പക്ഷെ നിങ്ങളെ കുറിച്ച് ആളുകൾ പറയും അവനൊരു പക്വതയില്ല എന്ന് പറയും, ശരിയല്ലേ? അപ്പോ പക്വതയും ഗൗരവവും തമ്മിൽ ബന്ധമുണ്ട്. നിങ്ങൾക്ക് പക്വത ഉണ്ടാവും, അഥവാ നിങ്ങൾ മുതിരുമ്പോൾ നിങ്ങൾക്ക് ഗൗരവം ഉണ്ടാവും. ഈ എഴുത്തിൽ നമുക്ക് ഗൗരവം ഉണ്ടാകണമെങ്കിൽ നമുക്ക് എഴുത്തിൽ പക്വത വേണം. ഈ പക്വത എവിടെ നിന്ന് കിട്ടും? നമ്മൾ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് നമുക്ക് വലിയ അനുഭവങ്ങളൊന്നുമില്ല. ഈ അനുഭവങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്തായി? പക്വതയുള്ള ആളായിട്ട് മാറി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വായിച്ച് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എഴുത്തിലെന്തേ നല്ല പക്വത വരും. അഥവാ നമുക്ക് അക്ഷരങ്ങളെ ഗൗരവമായിട്ട് കാണാൻ കഴിയുന്നതാണ്. അപ്പോ എല്ലാവരും വായിക്കണമെന്ന് തീരുമാനിച്ചു, ശരിയല്ലേ? ഇതിന് ഇത്രയും കാലം ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോകത്ത് പല ആളുകൾ വായിക്കുന്നുണ്ട്, പക്ഷെ അവരൊക്കെ എഴുത്തുകാരായി മാറുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? വായിച്ചാൽ എഴുത്തുകാരനാണെങ്കിൽ വായിക്കുന്ന എല്ലാവരും എഴുത്തുകാരനാണ്. അത് എഴുതുന്നില്ല. എന്നാൽ എഴുതുന്ന ആളുകളും നല്ല രചനകൾ തന്നെ തിരയണ്ടേ? അപ്പൊ അവിടെ വ്യത്യാസമല്ല. വ്യത്യസ്തത കൊണ്ടുവരുന്നില്ല. അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. ഈ MP നാരായണപിള്ള എന്നുള്ള ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. അദ്ദേഹം പത്രപ്രവർത്തകനായിട്ട് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അയാളുടെ കൂടെയുള്ള ആളുകൾ ആരൊക്കെയെന്നറിയാം? സക്രിയ, OV വിജയൻ, ആനന്ദ്, മുകുന്ദരൊക്കെ ഡൽഹിയിലാണ്. അവിടെയൊക്കെ വളരെ പ്രശസ്തനായ എഴുത്തുകാരാണ്. അവിടെയൊക്കെ ലഹരി പിടിപ്പിക്കുന്ന ഭാഷയുണ്ട്, ഒരുപാട് വായനക്കാരുണ്ട്. പക്ഷേ ഞാനിവിടെ കൂടെ തന്നെയാണ്, പക്ഷെ എനിക്ക് ഇത്ര വായനക്കാരൊന്നുമില്ല, ഞാൻ പ്രശസ്തനല്ല. അദ്ദേഹം ചിന്തിച്ചു, ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? ആ വർഷം തൊട്ട് മുമ്പ് ഇറങ്ങിയ 40 ലക്ഷം മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് എടുത്തിട്ട് വായിക്കാനില്ല. ആ 40 ലക്കങ്ങളിലെയും ചെറുകഥകളുടെ രചനാതന്ത്രം പരിശോധിച്ചു. എങ്ങനെയാണ് ഇതിലേക്ക് ചെറുകഥ എഴുതിയിട്ടുള്ളതെന്ന് അദ്ദേഹം പരിശോധിച്ചു. അങ്ങനെ ഒരുപാട് പരിശോധിച്ച് വായിച്ച് അദ്ദേഹം ഒരു കഥയായിട്ട് പുറത്തിറങ്ങി. ആ കഥയുടെ പേര് കള്ളൻ എന്നായിരുന്നു. മലയാളത്തിലെ ഫേമസ് ആയ ഒരു കഥയാണ് കള്ളൻ, MP നാരായണപിള്ള എഴുതിയത്. ഈ
സംഭവം പറഞ്ഞിട്ട് കൽപ്പറ്റ നാരായണ മാഷ് എന്താ പറഞ്ഞിട്ടെന്ന് അറിയാം. അദ്ദേഹം മുമ്പ് വായിച്ച ആ 40 കഥകളിൽ ആ 40 കഥയായിട്ടും ഈ കള്ളെന്നുള്ള കഥക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിന്റെ എല്ലാം സ്വാധീനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ എഴുതുന്നത്. ശരിയല്ലേ? നമ്മൾ 10 കഥ വായിക്കുന്നു, 11ാമത്തെ കഥ എന്താവും? അതേപോലത്തെ ഒരു കഥ എഴുതുന്നു. എന്നാൽ കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞത് ഈ എഴുതി തുടങ്ങുന്ന ആളുകൾക്കുള്ള പ്രശ്നം തന്നെയാണ് എന്നാണ് മാഷ് പറയുന്നത്. ഈ വായിക്കുന്നതിൽ നിന്ന് സ്വാധീനം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ദുർബലരായ എഴുത്തുകാരിൽ മാത്രമേ പ്രത്യക്ഷ സ്വാധീനം ഉണ്ടാവുള്ളൂ. നമ്മൾ വായിക്കുന്നതിൻ്റെ എല്ലാം പ്രത്യക്ഷ സ്വാധീനം ദുർബലരായ എഴുത്തുകാരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഈ MP നാരായണപിള്ള വായിച്ച 40 കഥകൾ അദ്ദേഹം അതിനുശേഷം എഴുതിയ കള്ളൻ എന്നുള്ള കഥയും തമ്മിലുള്ള ഒരു മോഹിപ്പിക്കുന്ന ഒരു അകലം ഉണ്ടായിരുന്നു, ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അത് പുതിയ കാലത്തെ എഴുത്തുകാരിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൽപ്പറ്റ നാരായണ മാഷ് ആഗ്രഹിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞ പോലെ വ്യത്യസ്തത കൊണ്ടുവരണം. ഇപ്പോ ഈ ഇഞ്ചി കൃഷി ഒരു മണ്ണിൽ ചെയ്താൽ പിന്നീട് വീണ്ടും അതേ മണ്ണിൽ ഇഞ്ചി കൃഷി തന്നെ കർഷകർ ചെയ്യില്ല. ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വിളവ് കുറയും. അപ്പോൾ അവർ വേറെ മണ്ണിലേക്ക് ഇഞ്ചി കൃഷി ഇറക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ ആ മണ്ണിൽ വേറെ കൃഷി ഇറക്കും. അതുപോലെ മണ്ണിന് ക്ലേശം സഹിക്കാൻ കഴിയില്ല. അതുപോലെ ക്ലേശം എന്ന് എന്താ മനസ്സിലായത്? ഈ പഴകി പഴകിയ എഴുതി പഴകിയ ക്ലേശം എന്നൊക്കെ പറയുന്ന ആ സംഭവം, അത് മണ്ണിന് ക്ലേശം സഹിക്കാൻ കഴിയാത്ത പോലെ എഴുത്തുകാരന് അല്ലെങ്കിൽ ഭാഷക്ക് ക്ലേശം സഹിക്കാൻ കഴിയില്ല. അപ്പൊ വ്യത്യസ്തത കൊണ്ടുവരാന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമതല്ല അതിന്റെ ഒരു വിശദീകരണം തന്നെ പറയാം. ഇപ്പോ സച്ചിദാനന്ദന്റെ ഒരു പുസ്തകമുണ്ട്, ഗാന്ധികന്റെ കല എന്നാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഗാന്ധികന്റെ കല. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എഴുതി തുടങ്ങുന്ന ആളുകളോട് പറയാം, മുമ്പ് കഴിഞ്ഞു പോയ എഴുത്തുകാർ 1000 പ്രമേയങ്ങൾ 1000 ശൈലികളിൽ രീതികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. മുമ്പ് കഴിഞ്ഞു പോയ എഴുത്തുകാർ 1000 പ്രമേയങ്ങൾ 1000 രീതികളിൽ ശൈലികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ എഴുതി തുടങ്ങുന്ന ആളുടെ വഴി ആ വഴികളൊന്നുമല്ല. 1001ാമത്തെ വഴി നിങ്ങളുടെ സ്വന്തം വഴി മുന്നിലുണ്ട്. അതിലെഴുതാനാണ് ഗാന്ധികന്റെ കലയിൽ MP പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചിരിയൻ കവിയുണ്ട്, നിക്കണാട് പാടം എന്നാണ് പേര്. നിക്കണാട് പാടം അവരുടെ യങ് ബോയ്സ് എന്നുള്ളൊരു കവിതയാണ്. എൻ്റെ മലയാള വിവർത്തനം ഏകദേശം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, നിങ്ങൾക്ക് തോന്നുന്ന പോലെ എഴുതാം. എഴുത്തിൽ ഇന്നൊരു ഈ ഒരു ശൈലിയെ പറ്റിയുള്ള അങ്ങനെ ഒരു കാര്യമില്ല. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, പക്ഷേ ഒരു വ്യവസ്ഥ മാത്രം, ഒരു കണ്ടീഷൻ മാത്രം. ഒഴിഞ്ഞ പേജിൽ മുന്നേറുക. ഒഴിഞ്ഞ പേജിൽ മുന്നേറുക. ഈ ഒഴിഞ്ഞ പേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ ആരും എഴുതാത്ത ശൈലി, ഇതുവരെ ആരും ആവിഷ്കരിക്കാത്ത രീതിയിൽ, ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഭാഷയിൽ നിങ്ങൾ എഴുതുക. ഈ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം മലയാള സാഹിത്യത്തെ 2ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. ഖസാക്കിന് മുമ്പ്, ഖസാക്കിന് ശേഷം എന്ന് പറയാറുണ്ട്. OV വിജയന്റെ ആ ഖസാക്കിന്റെ ഇതിഹാസം അങ്ങനെ ഒരു വലിയൊരു ഉയർച്ചയിലേക്ക് എത്താൻ കാരണം എന്താണ്? OV വിജയൻ ഇതുവരെ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആവിഷ്കാരം, ഒരു ഭാഷ പ്രയോഗിച്ചു എന്നുള്ളതാണ്. ഒരു പ്രത്യേക ഭാവുകത്വത്തെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഓക്കെ, വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വ്യത്യസ്തതയ്ക്ക് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഇപ്പോ ഫ്രാൻസ് കാഫ്ക എന്നുള്ള എഴുത്തുകാരനെ കേട്ടിട്ടുണ്ടോ? ഫ്രാൻസ് കാഫ്ക എന്ന് കേട്ടിട്ടുണ്ട്. കാഫ്കയുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്, മെറ്റമോർഫോസിസ് എന്ന് പറയും. രൂപാന്തരീകരണം, മെറ്റമോർഫോസിസ്. ഈ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ് എന്ന എഴുത്തുകാരനുണ്ട്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ വളരെ കാലത്തെ സമയമൊക്കെ എഴുതിയ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസ്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കലും എനിക്ക് എൻ്റെ സുഹൃത്ത് കാഫ്കയുടെ ചെറുകഥകളുടെ സമാഹാരം വായിക്കാൻ തന്നു. ഞാൻ അതുമായിട്ട് ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ മെറ്റമോർഫോസിസ് വായിച്ചു. അതിൽ ആദ്യത്തെ വാചകം വായിച്ചപ്പോൾ തന്നെ ഞാൻ കട്ടിയിൽ നിന്ന് എണീറ്റ് പോയി. ഞാൻ കട്ടിയിൽ നിന്ന് വീഴാൻ പോയി. അഥവാ ഞാൻ അത്രമാത്രം ആശ്ചര്യപ്പെട്ടു. ആ ആദ്യത്തെ വാചകം എന്തായിരുന്നു?
അന്ന് രാത്രി, അന്ന് രാവിലെ വികർ സാംസ എന്ന് പറഞ്ഞാൽ മെറ്റമോർഫോസിസിലെ കഥാപാത്രത്തിന്റെ പേരാണ്, നായക കഥാപാത്രത്തിന്റെ പേരാണ്. അന്ന് രാവിലെ വികർ സാംസ ദുസ്വപ്നങ്ങളിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ താനൊരു ഊറയായി മാറിയത്. കൂറ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വണ്ട്, കൂറ, ഇവിടെ എന്താ പറയാൻ എനിക്കറിയില്ല. കൂറ എന്ന് പറയില്ലേ? അന്ന് രാവിലെ ദുസ്വപ്നങ്ങളിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ താനൊരു കൂറയായി മാറിയത് വികർ സാംസ അറിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, നിങ്ങളത് രാത്രി കിടക്കാൻ പോകും, രാവിലെ എഴുന്നേറ്റ് നിങ്ങളൊരു കൂറയായിട്ടുണ്ട്, നിങ്ങൾ അതേ വലിപ്പത്തിലുള്ള മഹാകീടമായി മാറിയിട്ടുണ്ട്. എന്താ അവസ്ഥ? നിങ്ങൾക്ക് സംസാരിക്കാനൊന്നും കഴിയുന്നില്ല, നിങ്ങൾ സംസാരിക്കുന്ന കൂടെയുടെ ശബ്ദമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് വികർ സാംസയുടെ മെറ്റമോർഫോസിസ്, ഫ്രാൻസ് കാഫ്കയുടെ മെറ്റമോർഫോസിസ് തുടങ്ങുന്നത്. ഇത് വായിച്ചപ്പോൾ ഇങ്ങനെയാണ് നോവൽ എഴുതേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോവൽ എഴുതാമോ എന്ന് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ആര്? ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. അതിനുശേഷം മാർക്കസ് എത്ര നല്ല കൃതികൾ എഴുതിയിട്ടുണ്ട്. മാർക്കസിന്റെ കൃതികൾ ബെസ്റ്റ്സെല്ലറുകളാണ്. കാലത്തെ പ്രണയം പോലെ, 100 Years of Solitude, ഏകാന്തയുടെ പ്രശ്നങ്ങൾ പോലെ വ്യത്യസ്തത കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വായിച്ചത് കൊണ്ട് മാത്രം പോരാ, വായിച്ചതിൽ നിന്നുള്ള പ്രത്യക്ഷ സ്വാധീനം ഉണ്ടാകുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ടുവരണം. 1001 വഴി നിങ്ങൾ തേടി പിടിക്കണം എംടി പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ, എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾ പുട്ടും കടലയാണ് കഴിച്ചത്. നിങ്ങൾ ഇന്നലെ അല്ലായിരുന്നു, ഇന്നലെ ബറാത്തിന് നോമ്പ് തുറക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെയല്ലേ എല്ലാവരും ഉണ്ടായിരുന്നത്? ബറാത്തിന് നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ കഴിച്ചത് ചിക്കൻ ബിരിയാണി. ഇന്ന് കഴിച്ച പുട്ടും കടലയും കോട്ടയത്ത്. നിങ്ങൾ ഏതെങ്കിലും കല്യാണത്തിന് കഴിക്കുന്ന ചിക്കൻ ബിരിയാണിയേക്കാളും ഇന്നലെ നോമ്പ് തുറക്കുമ്പോൾ കഴിച്ച ചിക്കൻ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് കൂടുതൽ ഉണ്ടാകും. കാരണം എന്താ? വിശന്ന ശേഷം കഴിക്കുന്ന ഭക്ഷണത്തിന് നല്ല രുചിയായിരിക്കും, അല്ലേ? അതുപോലെ സാഹിത്യത്തിന് സംഭവിക്കുന്നുണ്ട്. വാക്കുകൾക്ക് വേണ്ടി വിശക്കണം. വാക്കുകൾക്ക് വേണ്ടി വിശക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അത്ര പണിപ്പെട്ടിട്ട് ഏറ്റവും ബെസ്റ്റ് വാക്ക് തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. വാക്കുകൾക്ക് വേണ്ടി വിശന്നാൽ എന്ത് സംഭവിക്കുക അറിയാം? നമുക്ക് കിട്ടുന്ന രചന ഉണ്ടല്ലോ, അത് അത്രമാത്രം രുചികരമായിരിക്കും. ഈ രചന എന്നുള്ള വാക്കും രസന എന്ന വാക്കും നമ്മൾ വെക്കുന്നത്. രസന എന്ന് പറഞ്ഞാൽ നാവ് എന്നാണ്. അപ്പൊ നാവ് എന്ന അർത്ഥമുള്ള രസനയുമായിട്ട് രചനയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ വായന എന്നുള്ളവരുടെ വായ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വായ അല്ലേ? ഈ രുചിയുള്ളതിനോട് വായക്ക് നല്ല താല്പര്യമായിരിക്കും. ശരിയാണ്. ആ രുചി സാഹിത്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വിശന്ന ശേഷം എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾ 10 മണിക്കൂർ പട്ടിണി കിടന്നിട്ട് എഴുതുക എന്നുള്ളതല്ല. വാക്കുകൾക്ക് വേണ്ടി മണിക്കൂറുകളോളം നിങ്ങൾ പട്ടിണി കിടക്കുക. വാക്കുകൾക്ക് വേണ്ടി പട്ടിണി കിടക്കുക എന്ന് പറഞ്ഞാൽ വാക്കിന്റെ പിറകെ നിങ്ങൾ കൂടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് അത്രമാത്രം ബെറ്റർ ആയിരിക്കും. ഇടശ്ശേരി എന്നുള്ള കവിയുണ്ട്, ശക്തിയുടെ കവിയാണ് ഇടശ്ശേരി അറിയപ്പെടുന്നത്. കുറ്റിപ്പുറം പാലം പോലത്തെ ഇടശ്ശേരി അതിൻ്റെ പൂതപ്പാട്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും മലയാള ടെക്സ്റ്റിലൊക്കെ. ഇടശ്ശേരിയുടെ നാടവണ്ടി എന്നുള്ളൊരു കവിതയുണ്ട്. അതിൽ പറയുന്നത്, അതിലെ കഥ ഞാൻ പറയാം. ഒരു പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരൻ ഒരുപാട് ദൂരത്താണ് ജോലി ചെയ്യുന്നത്. അയാൾക്ക് ലീവ് വല്ലപ്പോഴേ കിട്ടുന്നുള്ളൂ. അപ്പം അയാളുടെ അമ്മ നാട്ടിലാണ്. അമ്മക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരു പുറത്ത് വേണം, നല്ലൊരു കമ്പിളി പുറത്ത് വേണം. ആ പട്ടാളക്കാരൻ ഈ പുറത്ത് ഇവിടെ എത്തിക്കാൻ പലപ്പോഴും നോക്കി, പക്ഷെ ലീവ് കാരണം കഴിഞ്ഞില്ല. അങ്ങനെ പുറത്ത് നാട്ടിലെത്തി. പക്ഷെ അപ്പോഴേക്കും അമ്മ മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അമ്മന്റെ കുഴിമാടത്തിന്റെ അരികിൽ നിന്ന്, കബറിന്റെ അരികിൽ നിന്ന് ഉള്ളൊരു കാര്യം, പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു രംഗത്തെ എങ്ങനെ ആവിഷ്കരിക്കുന്നുണ്ട് ഇടശ്ശേരി. ഒരട്ടി മണ്ണ് പുതച്ചു കിടക്കുന്ന അമ്മ, വീട്ടാക്കടമേ അമ്മ ജന്മം. ഒരട്ടി മണ്ണ് പുതച്ചു കിടക്കുന്ന അമ്മ, വീട്ടാക്കടമേ അമ്മ ജന്മം. അത് നിങ്ങൾ ആ ഒരട്ടി മണ്ണ് എന്നുള്ള വാക്കില്ല, ഒരട്ടി മണ്ണാണ് അമ്മ ഇവിടെ പുതച്ച് കിടക്കുന്നതെന്ന് പറയുക. ആ ഒരട്ടി മണ്ണ് എന്നുള്ള വാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇടശ്ശേരി ഒരുപാട് ദിവസം കാത്തിരുന്നു. അങ്ങനെ വാക്കുകൾക്ക് വേണ്ടി നിങ്ങൾ വിശന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് അത്രയേറെ രുചികരമായ ഒരു കാര്യമായിരിക്കും, രുചികരമായ വാക്കായിരിക്കും. ഈ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് എന്നുള്ള
നാടകം കേട്ടിട്ടുണ്ടാവും, ഹാംലെറ്റ്. ഹാംലെറ്റില് ഡെൻമാർക്കിലെ രാജകുമാരനാണ് ഹാംലെറ്റ്. ഹാംലെറ്റ് പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഹാംലെറ്റ് എന്താ പറഞ്ഞതെന്ന് പറയുന്നത്, വാക്കുകൾ 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 എന്നാണ് പറയുന്നത്. നിങ്ങൾ കഥ വായിക്കുകയാണെങ്കിലും, നിങ്ങൾ നോവൽ വായിക്കുകയാണെങ്കിലും, നിങ്ങൾ ചെറുകഥ, നിങ്ങൾ ബാലസാഹിത്യം വായിക്കുകയാണെങ്കിലും, ചിത്രകഥ വായിക്കുകയാണെങ്കിലും, ബാലരംഗം വായിക്കുകയാണെങ്കിലും, ബാലഭൂമി വായിക്കുകയാണെങ്കിലും ഒക്കെ നിങ്ങൾ വായിക്കുന്നത് വാക്കുകളാണ്. ശരിയല്ലേ? ഈ വാക്കിന്റെ കലയാണ് സാഹിത്യം. വാക്കിന്റെ കലയാണ് സാഹിത്യം. ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഭാഷയിൽ ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് പറയുന്നില്ല? ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകൾ, ഒരേ അർത്ഥം 100% ഒന്നിന്റെ അതേ അർത്ഥം തന്നെ ആയിരിക്കും മറ്റേത്. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? അങ്ങനെ ഭാഷയിൽ പര്യായങ്ങളുണ്ട്, അത് ശരിയല്ലേ? എന്നാൽ ശരിക്കും ഭാഷയിൽ 100% പര്യായങ്ങളാണ് പറയാൻ പറ്റിയ വാക്കുകളില്ല എന്നാണ്. ഈ കൽപ്പറ്റ നാരായണ മാഷ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിൽ, എഴുത്തുകാർക്ക് ഒരു പണിപ്പുര എന്നുള്ള ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത്, എനിക്കൊരു അധ്യാപകനുണ്ട്. ആ അധ്യാപകൻ പറയുന്നത് ഒരേ അർത്ഥമുള്ള രണ്ട് വാക്കുകളില്ല, അഥവാ രണ്ട് വാക്കുകൾക്കിടയിൽ സമചിഹ്നമുണ്ട്. ഈ ഇടതും ഇടതും അതിനെന്താ ഇങ്ങനെ വിശദീകരിക്കുന്നത് ഞാൻ പറയാം. സ്പർശിക്കുക എന്ന വാക്കിന് സമാനമായ വാക്കാണ് തൊടുക എന്നുള്ളത്. എന്നാൽ എന്നെ തൊടാൻ ധൈര്യമുണ്ടോ എന്നൊരാൾ വെല്ലുവിളിക്കുന്നത്, എന്നെ സ്പർശിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് നല്ല വ്യത്യാസമല്ലേ? എന്നെ തൊട്ടാൽ വിവരം പറയും എന്ന് പറയുന്നത്, എന്നെ സ്പർശിച്ചാൽ വിവരം പറയും എന്ന് പറയുമ്പോൾ ആ വെല്ലുവിളിയിൽ എത്രമാത്രം വ്യത്യാസമുണ്ട്. തൊട്ട് തൊട്ട് നടക്കുമ്പോൾ എന്ന് പറയുന്നത്, സ്പർശിച്ച് നടക്കുമ്പോൾ പറയുന്നത് നല്ല വ്യത്യാസമല്ലേ? മാത്രമല്ല, ഈ തൊടുക എന്നുള്ളതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം ഉള്ള ആ ഒരു അനുഭൂതി സ്പർശിക്കുക എന്നുള്ളത് തരുന്നില്ല. ഈ സങ്കടം, ദുഃഖം എന്ന വാക്കുകളിൽ ഏറ്റവും നനവുള്ള വാക്ക് എൻ്റെ അഭിപ്രായത്തിൽ സങ്കടം എന്നുള്ള വാക്കാണ്. എനിക്ക് സങ്കടമാവുന്നു എന്ന് പറയുന്നത്, എനിക്ക് ദുഃഖമാവുന്നു എന്ന് പറയുന്നത്, സങ്കടം എന്നുള്ള കുറച്ചുകൂടി ആർദ്രതയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരേ അർത്ഥമുള്ള വാക്കുകൾ ഉണ്ടാകും, പക്ഷെ ഒരേ അനുഭൂതി തരുന്ന വാക്കുകൾ ഉണ്ടാകും. അപ്പൊ ഏറ്റവും നല്ല വാക്ക് നിങ്ങൾ ശ്രമിക്കണം. വാക്കുകൾക്ക് വേണ്ടി വിശദീകരണം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല വാക്ക്, ഈ ഇംഗ്ലീഷ് കാൽപ്പനിക കവിയായ കോൾറിഡ്ജ് എന്നുള്ളതാണ്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്. അവർ കവിതയെ എങ്ങനെയാണ് പറഞ്ഞത്, അവർ കവിതയെ എങ്ങനെയാണ് നിർവഹിച്ചത്? ഏറ്റവും നല്ല വാക്കുകൾ ഏറ്റവും നല്ല ക്രമത്തിൽ, ഏറ്റവും നല്ല വാക്കുകൾ ഏറ്റവും നല്ല ക്രമത്തിൽ എന്നാണ് കോൾറിഡ്ജ് കവിതയെ ഡിഫൈൻ ചെയ്തത്, നിർവചിച്ചത്. ഇത് കവിതയെ മാത്രമല്ല, ഏത് സാഹിത്യത്തെ കഥയെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഈ ഏറ്റവും നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും മധുരമുള്ള വാക്കല്ല ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും കയ്പുള്ള വാക്കല്ല ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും ഉചിതമായ വാക്കാണ് ഏറ്റവും നല്ല വാക്ക്. അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഉചിതമായ വാക്ക് തന്നെ എന്ത് ചെയ്യണം? പ്ലേസ് ചെയ്യണം. അഥവാ അവിടെ സാഹിത്യത്തിന്റെ ആ ഒരു ഘടനയിൽ നമ്മൾ വെക്കണം. അപ്പൊ ആ വെക്കുന്നതിലൊരു കലയുണ്ട്. ഒരു വാക്കിനെ നിങ്ങൾക്ക് കിട്ടിയാൽ അത് വെക്കുന്നതിലൊരു കലയുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം, അനങ്ങാൻ പാടില്ല 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? ആദ്യം തന്നെ നിങ്ങൾക്ക് 3 മണിക്കൂർ ഇരിക്കാൻ പറ്റിയ ഏറ്റവും കംഫർട്ടായ രീതിയിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഇരിക്കും. ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ ചിലപ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോൾ അയാൾ ഇവിടെ വേദന വരും. സ്വാഭാവികം അയാൾ ഇങ്ങനെ, ശരിയല്ലേ? അതേ കാര്യം സാഹിത്യത്തിലും സംഭവിക്കുന്നുണ്ട്. ഞാനൊരു സംഭവം പറയാം. ലാഡി ബേക്കർ എന്നുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ ശിഷ്യനായ ഒരു എഞ്ചിനീയർ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു വീടിന് പാതകം ഇടാണ്. പാതകം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? വീടിന്റെ അസ്ഥിവാരം തറയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ തറയിട്ട് ഏകദേശം കഴിയാനായിട്ടുണ്ട്. പക്ഷെ നോക്കിയപ്പോ ഈ കല്ലുകളെല്ലാം അലക്ഷ്യമായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ കിടന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിരുന്നത്.
അപ്പൊ അയാൾ പറഞ്ഞു, ഈ കല്ലുകളെല്ലാം എടുത്തു മാറ്റണം, ഈ കല്ലുകളെല്ലാം ഇവിടുന്ന് എടുത്തു മാറ്റണം. എന്നിട്ട് ഓരോ കല്ല് വീതം ഇടണം, ഓരോ കല്ല് വീതം ഇടണം. ഓരോ കല്ല് ഇടുമ്പോഴും ആ കല്ലിനോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കണം. അഭിപ്രായം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആ കല്ലിന് ഏറ്റവും കംഫർട്ട് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ കല്ലിനെ വെക്കണം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ വീടിന്റെ അസ്ഥിവാരത്തിൽ ഒരു കല്ല് സംഘർഷം അനുഭവിക്കാൻ പാടില്ല. ഒരു കല്ല് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ വേഗം ഇവിടെ വരുന്നത്. അതുപോലെ വീടിന്റെ താഴെ ഒരു കല്ല് അലക്ഷ്യമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ അത് വീടിന്റെ ഭാവിയെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതേ കാര്യം എഴുത്തുകളുണ്ട്. നിങ്ങൾ ഒരു രചന എഴുതുമ്പോൾ, ഒരു കൃതി എഴുതുമ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് ഒരു കലയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സിമ്പിളായ 9 വാക്കുകൾ ഞാൻ പറയാം. നേര്, പറയണം, വിളിക്ക്, അങ്ങ്, പേര്, എൻ, മധുരമായി തീരുന്നത് എങ്ങനെ. ഇതെല്ലാവർക്കും അറിയുന്ന വാക്കുകളാണ്. ഈ പറഞ്ഞത് ഈ 9 വാക്കുകൾ എല്ലാവർക്കും അറിയാമല്ലോ. ഈ 9 വാക്കുകളെ ജി ശങ്കരക്കുറുപ്പ് ഒരു പ്രണയം എന്നൊരു കവിതയിൽ ഇങ്ങനെ കോർത്തു. നേര് പറയണം, നേര് പറയണം, അങ്ങ് വിളിക്കേ അഥവാ അങ്ങ് വിളിക്കുമ്പോൾ, എൻ പേര് അഥവാ എന്റെ പേര് മധുരമായി തീരുന്നത് എങ്ങനെയാണ്. ഒന്നുകൂടി പറയാം. നേര് പറയണം, അങ്ങ് വിളിക്കേ, എൻ പേര് മധുരമായി തീരുന്നത് എങ്ങനെയാണ്. നിങ്ങൾ സത്യം പറയുക. നാടൻ ഭാഷയിൽ പറയുന്നത് ഇങ്ങനെ പറയാം, നിങ്ങൾ സത്യം പറയണം, നിങ്ങൾ വിളിക്കുമ്പോൾ എന്റെ പേരെക്കാൾ മധുരമായി കാണുന്നത്. മനസ്സിലായോ? അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അനുഭൂതിയില്ലേ? 2 പ്രണയിതാക്കൾ, ഒരു പ്രണയി അല്ലെങ്കിൽ പ്രണയിനി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറയുന്ന വാക്യമായിട്ട്, ഭാര്യ ഭർത്താവിനോട് പറയുന്ന വാക്യമായിട്ടൊക്കെ നമുക്ക് ഇതിനെ ആലോചിക്കണം. പക്ഷെ ഈ വാചകം കേൾക്കുമ്പോൾ, ഈ ഒരു വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അനുഭൂതി കിട്ടുന്നില്ലേ? നേര് പറയണം, അങ്ങ് വിളിക്ക്, എൻ പേര് മധുരമായി തീരുന്നത്. മാത്രമല്ല അതിന് ബാക്കിയുണ്ട്. നേര് പറയണം, അങ്ങ് തൊടുമ്പോൾ ഞാൻ താരുപോയി മൃദുലമാക്കുന്നത് എങ്ങനെയാണ്. ജീശങ്കരക്കുറുപ്പിന്റെ ഒരു പ്രണയം എന്ന കവിതയിലെ വരികളാണ്. ഇതാണ് കുട്ടിക്കൃഷ്ണമാരാർ സാഹിത്യ വിജ്ഞാന ഗ്രന്ഥത്തിൽ സംവിധാന ഭംഗിയാണ് കല എന്ന് പറയുന്നതിനെയാണ്. സംവിധാന ഭംഗിയാണ് കല. നിങ്ങൾ സംവിധാനിക്കുന്നതിലൊരു ഭംഗി കാണും, വാക്കുകൾ വെക്കുന്നതിലൊരു ഭംഗി കാണും. നിങ്ങളൊരു രചന വായിക്കുമ്പോൾ, കൃതി വായിക്കുമ്പോൾ 3 രീതിയിൽ നിങ്ങൾക്ക് അതിനെ വായിക്കാം. ഒന്ന്, നിങ്ങൾ ഇതുവരെ വായിച്ച പോലെ അതിന്റെ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വായിക്കാം. അതിന് രസം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വായിക്കാം. രണ്ടാമത് വേണമെങ്കിൽ, എന്നോട് എൻ്റെ അധ്യാപകർ പറഞ്ഞ കാര്യമാണ്, രണ്ടാമത് എന്തിന് ഇദ്ദേഹം എങ്ങനെ എഴുതി എന്ന് ആലോചിച്ചുകൊണ്ട് വായിക്കാം. അഥവാ എന്തിന് ഈ കഥാപാത്രത്തെ ഇവിടെ തന്നെ കൊണ്ടുവന്നു, എന്തിനവിടെ ഈ വാക്ക് തന്നെ അദ്ദേഹം പ്രയോഗിച്ചു, എന്തിന് ആ സംഭവത്തെ അവിടെ പറയാതെ ഒരുപാട് കാലത്തിന് ശേഷം പറഞ്ഞു, എന്തിന് ആ ഒരു സംഭവത്തെ ബോധധാരയിൽ അല്ലെങ്കിൽ സ്മൃതിയിൽ ആവിഷ്കരിച്ചു. ഓർമ്മയിലൂടെ വരുന്ന കഥകളിൽ ഇപ്പോ പാടപ്പുറത്ത് എന്നൊരു എഴുത്തുകാരന്റെ അരനാഴിക നേരം എന്നൊരു നോവലുണ്ട്. അരനാഴിക നേരം എന്ന് പറഞ്ഞാൽ 12 മിനിറ്റ്. അതിൽ കുഞ്ഞാനാച്ചൻ എന്നൊരു കഥാപാത്രം, അദ്ദേഹം ഒരു പട്ടാളക്കാരൻ എന്നായിരിക്കും. അവർ മരിക്കാൻ കിടക്കുകയാണ്. മരിക്കുന്നതിന്റെ അദ്ദേഹം ആ കിടക്കുന്നതിന്റെ ഇടയിൽ 12 മിനിറ്റ് കൊണ്ട്, അരനാഴിക നേരം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മൊത്തം ആലോചിക്കാൻ. ശരിക്കും ആ കൃതിയിലുള്ള സമയം എത്ര മിനിറ്റാണ്? 12 മിനിറ്റാണ്. എന്നാൽ ആ കൃതിയിലെ ഇതിവൃത്തം എന്ന് പറഞ്ഞാൽ പ്ലോട്ട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കൃതിയിലെ ഇതിവൃത്തത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഉണ്ട്. അപ്പൊ അതൊരു ഘടനയാണ്, പ്രത്യേക ഒരു ഘടനയാണ് അവിടെ പാടപ്പുറത്ത് കൊണ്ടുവന്നത്. അപ്പൊ എന്തിന് ഈ ഒരു ടെക്നിക് ഈ എഴുത്തുകാരൻ കൊണ്ടുവന്നു എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത് വായിക്കാം. മൂന്നാമത്, ഞാനാണ് ഇത് എഴുതുന്നതെങ്കിൽ ഞാൻ എങ്ങനെ എഴുതും എന്നാലോചിച്ചിട്ട് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ഇപ്പോൾ ബ്രൂസ്ലി പറഞ്ഞത് 100 കിക്ക് അഥവാ 100 കിക്ക് എന്ന് പറഞ്ഞാൽ ചവിട്ട് പരിശീലിച്ച ആളെക്കാൾ എനിക്ക് ഭയം 1 കിക്ക് 100 തവണ പരിശീലിച്ച ആളെയാണ് പറയുന്നത്.
അപ്പൊ ഒരുപാട് പുസ്തകം വായിക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പുസ്തകത്തിൽ തന്നെ ഈ പറഞ്ഞ ടെക്നിക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ എഴുത്ത് മെച്ചപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ ഇപ്പോഴും വായിക്കപ്പെടാൻ കാരണം എന്താണെന്ന് അറിയാം? അതെ, എന്നാലും നമ്മൾ ഒരിക്കൽ വായിച്ചിട്ട് വീണ്ടും വീണ്ടും ആ കൃതി നമ്മൾ തന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് കൃതികളുണ്ട്. അതിലൊക്കെ വർദ്ധിക്കുന്ന ഒരു കോമൺ ഫാക്ടർ അവയെല്ലാം വ്യാഖ്യാനിച്ച് തീരാത്ത കഥകളായി അല്ലെങ്കിൽ കൃതികളായി മാറുന്നതാണ്. ഇപ്പോ കാട്ടിലൊരു തുള്ളിച്ചോര എന്ന് പറഞ്ഞാൽ മഞ്ചാടി അല്ലേ? നിങ്ങൾ കുറച്ച് കടങ്കഥ അറിയോ? ഇത് കടങ്കഥ അറിയോ? കാള കിടക്കും കേരളോട് മക്കളില്ല അല്ലേ? അത് പഴഞ്ചൊല്ലാണ്. ഓക്കെ, അപ്പൊ ഞെട്ടില്ല വട്ടയില്ല. അതെ അതെ, അങ്ങനെ ഈ ഒരു കടങ്കഥ ചെറിയൊരു കാര്യം, കാട്ടിലൊരു തുള്ളിച്ചോര എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്നോട് ചോദിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല എന്ന് വെക്കുക, നിങ്ങൾ കുട്ടിയാണ്, നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഒരുപാട് ആലോചിക്കാൻ തുടങ്ങി. കാട്ടിലൊരു തുള്ളിച്ചോര എന്താണെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് മഞ്ചാടിയാണ് എന്നുള്ളത്. മഞ്ചാടി എന്ന് മനസ്സിലായ ശേഷം പിന്നെ നിങ്ങൾ ആ കടങ്കഥ കേൾക്കാൻ കാട്ടിലൊരു തുള്ളിച്ചോര, നിങ്ങൾക്ക് പുതുമ തോന്നില്ല. എനിക്കറിയാം, മഞ്ചാടി കിട്ടില്ല. പക്ഷെ നിങ്ങളൊരു കൃതി വായിക്കുന്നു, നിങ്ങൾക്ക് അതിനൊരു അർത്ഥം കിട്ടുന്നു, വീണ്ടും വായിക്കുന്നു, വേറെ അഥവാ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ആ കൃതിക്കുണ്ടാകുന്നു. അപ്പോൾ ആ കൃതി വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്നു. ഈ ഖസാക്കിന്റെ ഇതിഹാസം വീണ്ടും വീണ്ടും വായിക്കപ്പെടാൻ കാരണം അത് വ്യാഖ്യാന ശ്രമങ്ങൾ തീരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ വ്യാഖ്യാനിച്ച് തീരാത്ത രീതിയിൽ എന്ത് ചെയ്യണം, എഴുതുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണാമല്ലോ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണാം. ചന്ദ്രനെ കാണാൻ എന്തൊരു ഭംഗിയാണ്, നല്ല ഭംഗിയാണ്. പൂർണ്ണചന്ദ്രനെ കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ ചന്ദ്രന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അഥവാ ചന്ദ്രന്റെ അടുത്തുള്ള ഫോട്ടോ, ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ള ഫോട്ടോ എന്തെങ്കിലും ഭംഗിയുണ്ടോ കാണാൻ? ഒരു ഇരുണ്ട മണൽ അല്ലേ? അപ്പൊ ഈ അകലത്തുള്ളതിനെ നമുക്ക് നല്ല രീതിയിൽ ആകർഷകമായിട്ട് തോന്നുന്നുണ്ട്. ചന്ദ്രൻ അകലത്തായതുകൊണ്ട് നമുക്ക് ചന്ദ്രനെ നല്ല ആകർഷകമായിട്ട് തോന്നുന്നുണ്ട്, ശരിയല്ലേ? ചന്ദ്രൻ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഭംഗി കാണാൻ. സൂര്യൻ അങ്ങനെ തന്നെയാണ്. സൂര്യന്റെ അടുത്തൊന്നും ചെല്ലാൻ കഴിയില്ല. ഇനി ഒരാൾ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ഗ്രഹിച്ചു പോകും. അല്ലെങ്കിൽ കുറച്ച് അകലത്ത് വരെ എത്തുകയാണെങ്കിൽ തന്നെ ഒരു ഭംഗിയില്ലാതെ തിളച്ചു മറയുന്ന അതിതീക്ഷ്ണമായ ഒരു അഗ്നിപ്രവാഹമായിട്ട് നമുക്ക് സൂര്യനെ കാണാൻ കഴിയും. എന്നാൽ ഉദിച്ചെഴുന്ന സൂര്യൻ, അസ്തമയ സൂര്യന് നല്ല ഭംഗിയല്ലേ? അപ്പൊ ഈ അകലത്തുള്ളതിനോട് നമുക്കൊരു ഭ്രമമുണ്ട്, അല്ലെങ്കിൽ ഈ പരിചയമുള്ളതിനോട് നമുക്ക് വലിയൊരു പുതുമ തോന്നില്ല. അതൊക്കെ ശരിയല്ലേ? അപ്പൊ നിങ്ങളുടെ രചനയിലും ഇങ്ങനെ അകലം പാലിക്കലാണ്, പെട്ടെന്ന് കിട്ടരുത്. അതായത് കിട്ടിയാൽ തന്നെ അതിന് പെട്ടെന്ന് കിട്ടാത്ത തരത്തിലുള്ള ആശയതലങ്ങളുണ്ടാവണം, വ്യാഖ്യാനം ഉണ്ടാകുന്ന രീതിയിൽ മാറണം. അപ്പൊ അതൊരു കവിതയായിരിക്കും. ഈ കവിത എന്നുള്ളത് കവിഞ്ഞു നിൽക്കുന്നതാണ് കവിത, കവിഞ്ഞു നിൽക്കുന്നതാണ് കവിത. ഇപ്പോ എൻ്റെ മൊബൈൽ ഫോൺ ഒരു 10-12 സെന്റിമീറ്റർ നീളമുണ്ട്, ഒരു 5-6 സെന്റിമീറ്റർ വീതിയുണ്ട്, ഈ വശത്ത് 1 സെന്റിമീറ്ററോളം ഒരു ഘനമുണ്ട് എന്ന് പറയാം. എന്നാൽ ഈ കാണുന്ന 12-5 സെന്റിമീറ്ററും ഉള്ള ഒരു ജടിലമായ വസ്തു മാത്രമാണ് ഈ മൊബൈൽ ഫോൺ. ഒരു പലക പോലത്തെ വസ്തുവാണ് അല്ല. ഇതിനകത്ത് ഒരുപാട് GB സ്റ്റോറേജ് ഉണ്ട്. എത്രയോ പേജുകളുള്ള കൃതികളുണ്ട്, എത്രയോ മണിക്കൂറുകൾ നിങ്ങൾക്ക് കേൾക്കാവുന്ന പോഡ്കാസ്റ്റുകൾ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ നിങ്ങളുടെ ഫോണുകൾ ഉണ്ടാകും. അപ്പൊ ഈ മൊബൈൽ ഫോണിന്റെ ഈ ഒരു സ്ട്രക്ചറിന് മൊബൈൽ ഫോണിന്റെ അകത്തുള്ളത് കവിഞ്ഞു നിൽക്കുന്നുണ്ട്, ശരിയല്ലേ? മൊബൈൽ ഫോൺ ഒരു കവിതയ്ക്ക് ഉദാഹരണമാണ്. മൊബൈൽ ഫോൺ ഒരു കവിതയാണ്. ഈ കവിത എന്നുള്ളത് കവിതയിൽ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, കഥയിലും കവിത ഉണ്ടാകാം. കഥയിൽ എങ്ങനെ കവിത ഉണ്ടാകാം? ഇപ്പോ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ അവസാനത്തെ വാക്ക് എന്താണ്? രവി ബസ് കാത്ത് കിടന്നു. ഈ ബസ് കാത്ത് കിടക്കൂലല്ലോ, ബസ് കാത്തിരിക്കല്ലേ ചെയ്യാം. അപ്പൊ അവിടെ ബസ് എന്നുള്ളത് മരണത്തിന്റെ ബസ്സാണ്. ആ മരണം ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അപ്പൊ ആ വാക്ക്
കവിഞ്ഞു നിൽക്കുന്നില്ല. പക്ഷേ ഖസാക്കിന്റെ കവിതയല്ലല്ലോ, നല്ല നോവലിലെ വാക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ നോവലിലും കവിതയുണ്ടാകും, അഥവാ കവിഞ്ഞു നിൽക്കുന്ന വാക്കുകളുണ്ടാകാം, ചെറുകഥയിലുണ്ടാകാം, ലേഖനത്തിലുണ്ടാകാം. അപ്പോ കവിഞ്ഞു നിൽക്കുന്ന, വ്യാഖ്യാനിക്കാൻ വീണ്ടും വീണ്ടും വെമ്പി നിൽക്കുന്ന വാചകങ്ങൾ നിങ്ങളുടെ രചനയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നിങ്ങളുടെ രചനയെ വളരെ പെർഫെക്റ്റാണ്. മാത്രമല്ല, നേരത്തെ ഞാൻ അനുകരണത്തിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്കൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാം. നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. അഥവാ പൂർണ്ണമായ അനുകരണം ഉണ്ടാകരുത്, പ്രത്യക്ഷ സ്വാധീനം ഉണ്ടാകരുതെന്നാണ്. അപ്പൊ ബഷീറിനെ കുറിച്ച് എഴുത്തുകാരുടെ കുട്ടിക്കാലം എന്നുള്ള പുസ്തകമാണ്. ഒരുപാട് എഴുത്തുകാരുടെ കുട്ടിക്കാലം പറയുന്ന പുസ്തകമാണ്. നല്ല ബുക്കാണ്, എനിക്ക് വായിക്കും. അതിൽ ബഷീറിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിൽ ഗോപി കുറിക്കോടാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ബഷീർ ഒരു എഴുത്തുകാരനെയും അനുകരിച്ചിട്ടില്ല, ആരെയും ബഷീർ അനുകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആർക്കും ബഷീറിനെ അനുകരിക്കാനും കഴിയുന്നില്ല. ബഷീറിനെ അനുകരിക്കാൻ ശ്രമിച്ച പല ആളുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. ബഷീറാണെങ്കിലോ ആരെയും അനുകരിക്കാതെ തൻ്റെതായ ശൈലി കൊടുക്കാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിലൂടെ പോകാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വ്യത്യസ്തത പല കാര്യങ്ങളും വ്യത്യസ്തത കൊണ്ടുവരാം. അപ്പോ ആദ്യം ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ശരിക്കും വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയുള്ളൂ. ശരിയല്ലേ? നിലവിലെ ട്രെൻഡ് എന്താണെന്ന് അത് മനസ്സിലാക്കുക. അപ്പൊ സച്ചിദാനന്ദനൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പെയിന്റിങ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അയാൾ എന്താ ചെയ്യാം? അയാൾ നല്ലൊരു പെയിന്റർ എടുത്ത് പോയിട്ട് അയാളുടെ വിരലുകൾ എങ്ങനെയാണ് ചലിക്കുന്നത്, അയാളുടെ ബ്രഷുകൾ എങ്ങനെയാണ് ചലിക്കുന്നത്, ബ്രഷിൽ നിന്നും ചായം എങ്ങനെയാണ് ക്യാൻവാസിൽ വന്ന് വീഴുന്നത്. പിന്നെ അതൊരു അമൂർത്ത ചിത്രമാണ്, ഒരു മോഡേൺ പോയട്രി ആണെങ്കിൽ, പെയിന്റിങ് ആണെങ്കിലും അതിൽ ഒരു വർണ്ണത്തിന് മുകളിൽ മറ്റൊരു വർണ്ണം എങ്ങനെയാണ് വീഴുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ച് പഠിക്കും. പെയിന്റിങ് പഠിക്കാൻ താല്പര്യമുള്ളത് അത് കവിതയായാലും കഥയായാലും ഇതൊക്കെ നിന്നുണ്ട്. അപ്പോൾ കവിതയിൽ വീഴാൻ ആഗ്രഹിക്കുന്ന ആൾ ഒരുപാട് കവിതകൾ വായിച്ചിട്ടുണ്ട്. നിലവിലെ കവിതയുടെ ട്രെൻഡ് നടത്തുന്നതാണ്. KS രവികുമാർ എന്നുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ കഥയുടെ കലാതന്ത്രം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഏകദേശം ഇങ്ങനെയാണ്: ഏതെങ്കിലും മേഖലയിൽ എഴുതി ഉയരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ മേഖലയിലുള്ള നല്ല കൃതികൾ തീർച്ചയായും വായിച്ചിരിക്കണം എന്ന് പറയുന്നത്. ആ മേഖലയിലുള്ള നോവലിസ്റ്റ് ആണെങ്കിൽ നല്ല നോവലുകളെല്ലാം വായിക്കുക. ഒരാൾ കഥാകൃത്താണെന്നുണ്ടെങ്കിൽ നല്ല കഥകളെല്ലാം വായിക്കുക. അപ്പോൾ ബെന്യാമിന് ആദ്യകാലത്ത് ഒരുപാട് വായിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം പ്രവാസിയായി വിദേശത്ത് പോയി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വായനയിലൊരു താല്പര്യം വന്നു. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ വായനയുടെ ഭ്രാന്തായിരുന്നു. ദിവസം 8-9 മണിക്കൂറൊക്കെ വായിക്കുക. മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ അറിയപ്പെടാവുന്ന എല്ലാ കൃതികളും വായിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വായന എന്നുള്ളത് നിലവിലെ ട്രെൻഡ് അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഒരു വ്യത്യസ്തമായ ഭാഷ സൃഷ്ടിക്കണം. ഇപ്പം എനിക്ക് പറഞ്ഞത് പുതിയ എഴുത്തുകാരിലൊന്നും വായന പൂർണ്ണമാകുന്നില്ല. വായനയെ പൂർണ്ണമാക്കുന്ന കൃതികളൊന്നും വരുന്നില്ല. കാരണം എന്താ? ഒരു പുതിയ ഭാഷ അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. പുതിയ ഭാഷ എന്ന് പറയുമ്പോൾ ഈ കാലം മലയാള കൃതികൾ കൊണ്ട് തന്നെയാണ് ഭാഷ സൃഷ്ടിക്കാൻ. പക്ഷെ നേരത്തെ പറഞ്ഞ പ്രത്യേക സംവിധാനം അങ്ങനെയൊക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ കാഫ്ക കൊണ്ടുവന്ന ഒരവസ്ഥ, ഇവിടെ നോവൽ തുടങ്ങുമ്പോൾ ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ലാത്ത രീതിയിൽ നോവൽ തുടങ്ങും. അപ്പൊ അങ്ങനെ ഭാഷയിൽ പുതുമ കൊണ്ടുവരാം, അതുപോലെ പ്രമേയത്തിൽ പുതുമ കൊണ്ടുവരാം. ഇപ്പോൾ ഒഴിഞ്ഞ പേജ് എന്ന് പറയുന്നത്, ഒഴിഞ്ഞ പേജിൽ പിന്നുള്ളത് അത് പറഞ്ഞപ്പോൾ സച്ചിദാനന്ദൻ പറയുന്നത് ഒഴിഞ്ഞ പേജ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയേറെ കഥകൾ എഴുതപ്പെട്ടിട്ടുണ്ട്, അത്രയേറെ കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാലും നല്ല എഴുത്തുകാർ ഒഴിഞ്ഞ പേജിനെ കണ്ടെത്തുന്നുണ്ട്. ഇതുവരെ ആരും പറയാത്ത അനുഭവങ്ങളെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ അനുഭവങ്ങളെ തന്നെ പ്രത്യേകമായ രീതിയിൽ നമുക്ക് ആവിഷ്കരിക്കാമല്ലോ, വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ആവിഷ്കരിക്കാം. പിന്നെ ഉള്ളത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ള കാര്യം പറഞ്ഞു ചോദിച്ചോന്ന് പറയാം. നമ്മുടെ രചനയിലൊക്കെ നമ്മുടെ ആത്മാംശം കലർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ആത്മാംശം കലർന്ന രചന എന്ന് പറയുമ്പോൾ
ബഷീറിന്റെ രചനകളൊക്കെ എടുക്കാം, ജീവിതത്തിന്റെ പച്ചയായ ആവിഷ്കാരം ആ വൃത്തികളിലുണ്ടാകും. ഒരു ചെറിയൊരു ഉദാഹരണം പറയാനുണ്ട്. വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്, അത്ഭുതമണി എന്നാണ് കവിതയുടെ പേര്. അത്ഭുതമണി അതൊരു കഥാകാവ്യാണ്. കഥാകാവ്യം എന്ന് പറയുമ്പോൾ കവിതയുടെ ഒരു കഥയുണ്ടാകും, കവിത കഥ. അതിലെ കഥ ഞാൻ പറയാം. ഒരു രാജാവ് കൊട്ടാരം ശില്പിയോട് ഒരു ആവശ്യം ഉന്നയിച്ചു. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായ മധുരമായ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു മണി എന്ന് പറഞ്ഞ ബെൽ, ഒരു ബെല്ലുണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടാര ശില്പി ഒരുപാട് ബെല്ലിന്റെ മാതൃകകൾ കാണിച്ചു. പക്ഷെ രാജാവ് അതൊന്നും പിടിക്കുന്നില്ല, അതൊന്നും പറ്റുന്നില്ല. രാജാവ് പറഞ്ഞു, അടുത്ത തവണ എങ്ങാനും ഞാൻ പറയുന്ന രീതിയിലുള്ള മണി ഉണ്ടാക്കിയില്ലെങ്കിൽ നിന്റെ ശിരസ് ഞാൻ ചെരിക്കും, നിന്റെ തല കൊള്ളുന്ന പറഞ്ഞു. അദ്ദേഹം നമുക്ക് വിഷമത്തിലായി. അദ്ദേഹം ഒരു ജ്ഞാനിയായ ഒരാളെടുത്ത്, നല്ല ഒരു ജ്ഞാനമുള്ള ഒരാളെടുത്ത് ചെന്ന് ഈ വിഷയം പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജ്ഞാനി പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വിലയുള്ള നിങ്ങൾക്ക് വില മതിക്കാനാവാത്ത ഒരു കാര്യം ആ മണിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ത്യജിക്കണം, സാക്രിഫൈസ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു നിങ്ങൾ ആ മണിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ത്യജിക്കണം എന്നാണ്. അപ്പൊ അദ്ദേഹം ആലോചിച്ചു, എനിക്ക് ഭാര്യയില്ല, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ മകളാണ്, എൻ്റെ മകൾ അതിനു വേണ്ടി ത്യജിക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ച് അദ്ദേഹം വിഷമിച്ചു. പക്ഷെ മകൾക്ക് കാര്യം മനസ്സിലായി. മകൾ എന്ത് പറഞ്ഞു, അച്ഛന് ഈ മണി ഉണ്ടാക്കാനുള്ള മൂശ എന്ന് പറഞ്ഞാൽ അരച്ച് മോൾഡ് എന്ന് പറയും, അത് കൂട്ടിക്കൊള്ളുന്നു. അങ്ങനെ മണി വലിയ മൂശയുണ്ടാവും, വലിയ അച്ഛണ്ടാവും. അതിന് കടക്കുന്ന സമയത്ത് മക്കളെയൊക്കെ എടുത്തൊക്കെ ചാടും. ഇതൊരു കഥയാണ്, നിങ്ങളെ യഥാർത്ഥമല്ല. മകളെയൊക്കെ എടുത്ത് ചാടി. അങ്ങനെ ആ മകൾ ധരിച്ച് ചേർന്ന ആ മണിയായിട്ടാണ് ഈ ശില്പി പിന്നെ രാജാവിനെ എടുത്ത് പോകുന്നത്. ശില്പിക്ക് നല്ല സങ്കടമുണ്ട്, വളരെ സങ്കടമുണ്ട്. മകള് തടയാനാകുന്നതിന് മുമ്പ് മകളെടുത്ത് ചാടിയതാണ്. പക്ഷെ രാജാവിന് ഈ സ്വരം കേട്ടിട്ട് സന്തോഷമായി. രാജാവ് അങ്ങനെ പറയുന്നുണ്ട്, ആ കവിതയിലുണ്ട്, നാം ഇതുമാതിരി കേട്ടിയില്ല, നാഗമൂട്ടി ഒഴുക്കിയിടം മണി നാവിന് ഗംഭീര ആലാപം പറയുന്നുണ്ട്. അത് ഇത്രയും നല്ല സ്വരം ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. ഈ കവിതയെ ഉദ്ധരിച്ച ശേഷം കൽപ്പിതമാശാഗ്രന്ഥത്തിൽ തന്നെയുള്ളതാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങളെല്ലാം ത്യജിക്കണം തന്നെയല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആത്മാംശം കലർന്ന രചനയുണ്ടല്ലോ, നമ്മുടെ ആത്മാംശം, ആ കവിയുടെ ആത്മാംശമാണ് ആ കവിയുടെ മുന്നിൽ. അപ്പൊ നിങ്ങളുടെ ആത്മാംശം കലർന്ന രചന അത്രക്കും മികച്ചതായിരിക്കും. എന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് വിലമതിക്കാനാവുന്നൊരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് നിങ്ങളുടെ സമയം. നിങ്ങളുടെ സമയം നിങ്ങളുടെ രചനയ്ക്ക് വേണ്ടിയിട്ട് ത്യജിക്കണം. അപ്പോൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണം. അതുപോലെ നിങ്ങളുടെ ആരോഗ്യം, പറഞ്ഞിട്ട് അസിഹത്തുൽഫറാമെന്നല്ല പറയുന്നത്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ഒഴിവ് സമയമൊക്കെ നിങ്ങൾ എത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളുടെ രചന അത്രമാത്രം മനസ്സിലായിരിക്കും. ഇപ്പോൾ കവിത എഴുതുമ്പോൾ കഥയുടെ ഒരു സ്ട്രക്ചർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പദ്യ രൂപത്തിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പദ്യ രൂപത്തിൽ നിങ്ങൾ പറയുന്നത് പഴയ കാലത്ത് നിങ്ങൾ സ്കൂൾ പാഠപുസ്തകങ്ങളെല്ലാം പഠിച്ച പദ്യ രൂപമാണ്, ഒരു വൃത്തമുള്ള ശൈലി. ഓക്കെ, ഇപ്പോ ഒരു കഥയുടെ സ്ട്രക്ചർ വരിക എന്ന് പറയുമ്പോൾ കഥ കവിതകൾ ഉണ്ടാകാം, അതിന് കുഴപ്പമില്ല. അഥവാ കവിതക്കുള്ളിലൊരു കഥയുണ്ടാകാം. ഇപ്പോൾ കുമാരനാശാന്റെ നളിനി എന്ന കവിത, അതുപോലെ ലീല, അതുപോലെ കരുണ, ഇതിനെല്ലാം കഥയുണ്ട്. ഇതിനകത്ത് എല്ലാവരും കഥയുണ്ട്. ഘട്ടകാവ്യമാണ്, സ്വാഭാവികമായിട്ട് കഥയുണ്ടാകാം. ഇപ്പോ കളിയച്ചൻ എന്നുള്ളൊരു കവിതയുണ്ട്, പി കുഞ്ഞിരാമൻ നായർ. അതിലൊക്കെ അതിനകത്ത് വന്നിട്ട് കഥയുണ്ട്. കഥ കവിതക്കുള്ളിലുണ്ടായി, അഥവാ കവിതക്കുള്ളിലും കഥാപാത്രങ്ങൾ ഉണ്ടായി കഴിഞ്ഞൊന്നും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അനാവശ്യമായി ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണെങ്കിൽ കഥയാകുമ്പോൾ ചില വാക്കുകൾ നമുക്ക് എക്സ്ട്രാ ഉപയോഗിക്കേണ്ടി വരും. അവൻ പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്യാം. കവിതയിൽ നിന്ന് വേണമെങ്കിൽ ജസ്റ്റ് ചില നോവലുകളിൽ നിങ്ങൾ കാണും, അവൻ പറഞ്ഞു
പുള്ളി ഡയലോഗ് മാത്രം കൊടുത്തിട്ടുണ്ട്. വായിക്കുന്ന നമുക്ക് മനസ്സിലാവും അത് അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ്, ഇത് ഇദ്ദേഹം പറഞ്ഞ ഡയലോഗാണ് മനസ്സിലാവും. അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. മാത്രമല്ല കവിത ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ഒരു വാക്ക് ചീഞ്ഞു പോയാൽ ഒരു കവിത മൊത്തം ചീഞ്ഞു പോകും. ഒരു വാക്ക് ചീഞ്ഞു പോയാൽ കഥയാണെങ്കിൽ ഒരു വാക്യം ചീഞ്ഞു പോയാലെങ്കിൽ ചിലപ്പോൾ ഒരു കഥ മൊത്തം ചീഞ്ഞു പോകും. ഒരു നോവലാണെങ്കിൽ അദ്ദേഹം തന്നെ ചീഞ്ഞു പോയാൽ കുഴപ്പമില്ല. ഇന്ദുലേഖയുടെ 18-ാം അധ്യായം, അതില് ആ 18-ാം അധ്യായത്തെ മാറ്റി നിർത്തിയാൽ ഇന്ദുലേഖ അപ്പോൾ അതിലെ കഥക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അപ്പോൾ കവിതയിൽ എന്തൊരു കാര്യമുണ്ട്. പിന്നെ കവിതക്കാലത്ത് കഥകാലത്തൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് പരമാവധി ഷോർട്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറില്ല. പരമാവധി ഷോർട്ടാക്കുമ്പോൾ അതിനകത്ത് കഥ വന്നാലും കുഴപ്പമില്ല. കടല് കടഞ്ഞെടുത്ത ഉപ്പാണ് കവിത എന്നാണ് വാൽമീകി പറഞ്ഞത്. കടല് കടഞ്ഞെടുത്ത ഉപ്പാണ് കവിത. കടല് കടഞ്ഞെടുത്ത് ഉപ്പ് കിട്ടുന്നത് എങ്ങനെയാണ്? ഒരുപാട് ലിറ്റർ കടൽ വെള്ളം കടഞ്ഞെടുത്താലും കുറച്ച് ഉപ്പേ കിട്ടുള്ളൂ. ഒരുപാട് വലിയ ഒരു ആശയപ്രപഞ്ചത്തെ നമുക്ക് ചെറിയൊരു ചെരുപ്പിലടക്കാൻ കഴിയും, കവിതക്ക് കഴിയും. കവിതയെ കുറിച്ച് പറയാൻ പലതും പറയാൻ. ഇപ്പൊ മൊത്തത്തിൽ നിങ്ങൾ സംസാരിക്കണം എന്നുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയത്. കവിതയെ കുറിച്ച് ഒരുപാട് നിമിഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ശരിയായ ഒരു നിമിഷത്തിൽ ഒത്തുചേർന്നിരിക്കുന്നതാണ് കവിത എന്ന് എലിസബത്ത് ബിഷപ്പ് എന്നുള്ള ഇംഗ്ലീഷ് ചെറുകഥ കടപ്പുറി പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരുപാട് കാര്യങ്ങൾ ശരിയായ നിമിഷത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നതായിരിക്കും കവിത. വാൽമീകിയാണ് പറഞ്ഞത് കടൽ കടഞ്ഞെടുത്ത ഉപ്പാണ് കവിത. അപ്പോ അത്രമാത്രം ഒരു വാക്കിന് ഇറങ്ങിപ്പോരാൻ കഴിയാത്ത രീതിയിലൊക്കെയാണ് കവിത എഴുതുകയാണെങ്കിൽ ഒരു വാക്കിന് അതിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിയില്ല. അത്രക്ക് പെർഫെക്റ്റായ ഒരു രചനാശില്പമാണ് നിങ്ങളുടെ കവിതയെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ പ്രശ്നം അതിൽ വരുന്നത്. അതിനകത്ത് കഥ കൊണ്ടാണ് കുഴപ്പമില്ല. കഥ അതിനകത്ത് വരുന്നത് നല്ലതാണ്. സച്ചിദാനന്ദ പറയുന്നത് നല്ല കഥകളിലെല്ലാം നല്ല കഥകളിലെല്ലാം കവിതയുടെ അംശമുണ്ടെന്ന് പറയുന്നത്. പക്ഷേ നല്ല കവിതകളിൽ കഥയും വരാം. എല്ലാത്തിനും വരണമെന്ന് നിർബന്ധമില്ല. ഈ കഥയും കവിതയും നമ്മൾ വ്യത്യാസം എന്താണ്? കഥ കേൾക്കുമ്പോൾ എന്നിട്ടോ എന്ന് ചോദിക്കാനുള്ള, എന്നിട്ടെന്ത് പറ്റി എന്ന് ചോദിക്കാനുള്ള ഒരു ഉദ്വേഗം കഥയിലുണ്ടാകും. എന്നാൽ കവിതയിൽ അത് ഉണ്ടാകണമെന്നില്ല. പക്ഷെ കവിതക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാം. എന്താ പറയാ, ഒരു കവിതയിൽ നിന്ന് ചെറിയ 2 വാക്കുകൾ മാത്രം നമുക്ക് എടുത്ത് കോട്ട് ചെയ്യാം. ഇപ്പോ NN കക്കാടിന്റെ സഫലമീ യാത്ര എന്നുള്ള ഒരു കവിതയിലെ വാക്കാണ്. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചും ഇത്തിരി ശർക്കര മധുരം നുണയുവാൻ. ഇത്തിരി ശർക്കര മധുരം നുണയാൻ നമ്മൾ എത്ര കൊഴുത്ത ചവർപ്പാണ് കുടിച്ചു വറ്റിച്ചത് കഴിക്കുന്നത്. ഇത് മാത്രം ഒരു കവിതയാണ്. പിന്നെ സ്നേഹമാണ് അഖിലസാരമൊഴിയും സ്നേഹസാരമീന സത്യമേഖമാണ് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ ആ വലിയ കവിതയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, കോട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ കഥയിൽ നിന്ന് നമുക്ക് അങ്ങനെ കോട്ട് ചെയ്യാൻ പറ്റില്ല. ഈ കോട്ട് ചെയ്താലും അത് മാത്രം നോക്കിയാൽ നമുക്ക് ആ കഥ കിട്ടില്ല. എന്താ നബി ബസ് വരെ കാത്തു കിടന്നു എന്ന് പറയുന്നത് നമുക്ക് ആ കഥ എന്തായാലും അതിൽ നിന്ന് കിട്ടുന്നില്ല. ഇനി കഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ കോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ വാക്കാണ് കവിതയായിരിക്കും. അഥവാ കവിഞ്ഞ് നിൽക്കുന്ന ഒരു വാക്യമായിരിക്കും. അങ്ങനെ സംഭവമാണ്. കഥയും കവിതയുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞതാണ്. കഥയ്ക്ക് സ്വന്തം കഥയുടെ ഒരു ഭാഗത്തിന് വേണമെങ്കിൽ സ്വന്തം നിലനിൽക്കാൻ കഴിയണമെന്നില്ല. എന്നാലും കവിതയിൽ ഓരോ വരിയിലും റിയലൈസേഷൻ ഉണ്ട്. ഓരോ വരിയിലും നമുക്ക് എന്തോ കിട്ടാനുണ്ട്. അതിലൊക്കെ കിട്ടുന്നതിൽ നിന്ന് ബെസ്റ്റായ കാര്യങ്ങൾ അതിൽ വരുന്നത്. അതിനർത്ഥം സർഗവേദിയിൽ വരുന്ന എല്ലാം മികച്ച കവിതകളാകണമെന്നൊന്നുമില്ല. കിട്ടുന്നതിൽ നിന്ന് ബെസ്റ്റായത് വരും. മാത്രമല്ല എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു വേദി കൂടിയാണ് ഇത് സർഗവേദി. അപ്പോൾ ഒരു രചന സ്വീകരിക്കപ്പെട്ടാൽ അത് വലിയൊരു, പ്രത്യേകിച്ച് സർഗവേദിയിലേക്ക് വരുന്ന തുടക്കക്കാരനായ എഴുത്തുകാരന് വലിയ മോട്ടിവേഷനായിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറച്ച് മരുന്നുണ്ട് നമുക്ക് തോന്നുന്ന എഴുത്തുകാരന്, അപ്പൊ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഇയാൾക്ക് ഉള്ളിൽ കവിതയുണ്ട്, ഇയാൾക്ക് ഉള്ളിലൊരു കഥാകാരന് തോന്നുന്ന രചനകളൊക്കെ ഉണ്ട്, ചിലപ്പോൾ എടുക്കുന്നു വരും. പിന്നെ നിങ്ങളെ രചന ചിലപ്പോ അതിൽ നല്ല രചന അയച്ചു വന്നിട്ടുണ്ടാകും, അതൊക്കെ വേറെ കാര്യം. പിന്നെ നമ്മൾ എഴുത്തുകാരുടെ രചന എഴുതി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇത് എഴുതി, ഞാൻ എങ്ങനെയാണ് ഇത് എഴുതിയത്, ഇങ്ങനെയൊക്കെ എഴുതാൻ എന്നോട് പറ്റിയോ,
ആശ്ചര്യപ്പെടുത്തുന്ന ഒരു രചനയാണെങ്കിൽ അത്ര നല്ലതാണ്. എഴുതുന്ന സമയത്ത് നമുക്ക് ആ രചന വലിയ സംഭവമായിട്ട് തോന്നും. ശരിയല്ലേ? നിങ്ങൾ എഴുതുമ്പോൾ ഇതാണ് മികച്ച രചന, ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ആരെങ്കിലും വന്നതിന് പ്രശ്നം വെച്ചാൽ മോടയാണെന്ന് പറയും, ഇത് അടിപൊളിയാണെന്ന് പറയും. അതെന്താ സംഭവം എന്നറിയാം? നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് നമ്മുടെ രചനയോട് നല്ല ഇഷ്ടമായിരിക്കും, നല്ല പ്രണയത്തിലായിരിക്കും. രണ്ടുപേര് പ്രണയിക്കുകയാണ്. ഇപ്പം ഈ മൈക്രോഫോൺ ഈ ഫോണിനോട് പ്രണയിക്കുന്നുണ്ടെന്ന് വെക്കാം. പക്ഷെ ഈ ഫോണിന് നല്ല പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉള്ളതാണ്. പക്ഷെ ഈ പ്രണയിക്കുന്ന സമയത്ത് ഈ മൈക്രോഫോണിൽ ഈ ഫോണിലൊക്കെ പൊട്ടൊന്നും കാണാൻ കഴിയില്ല. എന്താ? അന്ധമായ പ്രണയമായിരിക്കും. രണ്ടുപേര് പ്രണയിക്കുമ്പോൾ ഒരാൾക്ക് കോങ്കണ്ണോ കോന്ത്രമല്ലൊക്കെ ഉണ്ടെങ്കിലോ ഒന്നും കാണില്ല. കാരണം എന്താ? അന്ധമായ പ്രണയമാണ്. എന്നാൽ ആ പ്രണയത്തിൽ നിന്ന് ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് മനസ്സിലാക്കും എന്താണ് മറ്റേ ആൾക്കുള്ള പ്രശ്നമുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുക. നിങ്ങളുടെ രചനയിൽ നിന്ന് ബ്രേക്കപ്പ് ആകും. അഥവാ എഴുതി കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസത്തിൽ എടുത്തു വെക്കണം, ഒരാഴ്ചയെങ്കിലും എടുത്തു വെക്കണം. ഇപ്പോൾ പാശ്ചാത്യ സാഹിത്യ സൈദ്ധാന്തികനായ ഹോറസ് ഒക്കെ പറഞ്ഞത് 9 വർഷം കാത്തിട്ടാണ് ഒരു രചനയ്ക്ക്. 9 വർഷം അങ്ങനെ എന്തെങ്കിലും 9 ദിവസം ഒരാഴ്ചയൊക്കെ എടുത്ത് വെച്ച് പിന്നെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വീണ്ടും തിരുത്തണം. ഞാൻ എഴുത്തിൻ്റെ പ്രാധാന്യത്തെ കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാൻ വിചാരിച്ച കാര്യം പറയാൻ പറ്റും. ഇപ്പോൾ TV കൊച്ചുബാബ എന്നുള്ള എഴുത്തുകാരനാണ്. അവര് വൃദ്ധസദനം എന്നുള്ള പ്രധാനപ്പെട്ട നോവൽ എഴുതിയ ആളാണ്. പെട്ടെന്ന് മരിച്ചുപോയി. അവിടെ ഒരു ചെറുകഥ എഴുതിയ ഒരു വർഷമൊക്കെ എടുത്തു വെച്ചിരുന്നു എന്നാണ്. ഇപ്പൊ ബാല്യകാലസഖി ബഷീർ എഴുതുന്ന സമയത്ത് 500ഓളം പേജ് ഉണ്ടായിരുന്നു. ഇപ്പം 70ഓളം പേജുള്ളൂ. അത് തിരുത്തി ബഷീർ എഡിറ്റ് ചെയ്തിട്ട് തന്നെ ആക്കിയതാണ്. റാംകേളോഫാനന്ദി അത് ആദ്യം അഖിൽ പി ധർമ്മജൻ എഴുതിയ സമയത്ത് ആദ്യം ഒരിക്കലും എഴുതിയിരുന്നു. പിന്നീട് കുറച്ച് കാലമൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് എടുത്തതിന് ഡ്രാഫ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അയാൾ കല്ലിയെന്ന് തോന്നിപ്പോയി. ഇതാകെ മോശം തോന്നി. അങ്ങനെ അത് ഡിലീറ്റ് ചെയ്തു. ആ ഫയൽ ഡിലീറ്റ് ചെയ്തിട്ട് അത് വീണ്ടും എഴുതി തുടങ്ങിയതാണ്. ഇപ്പോഴുള്ള എഡിറ്റിങ്ങിന് അങ്ങനെയാണ് പറയുന്നത്. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് എടുത്ത് വായിച്ചു നോക്കുക. അപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾക്ക് കാണാൻ കഴിയും. വീണ്ടും എടുത്തു വെക്കുക, വീണ്ടും തിരുത്തിയിട്ട് വീണ്ടും എടുത്തു വെക്കുക. എഡിറ്റ് ചെയ്താൽ അത്ര മികച്ചതായിരിക്കും. എന്തായാലും തിരിച്ചു എടുക്കട്ടോ. സമയമായിട്ടുണ്ടെങ്കിൽ അവസാനിക്കും. സമയമായിട്ടുണ്ടാവും. സമയം ഉണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. കഥകൾ അത് പുതിയ കാലത്ത് ഉള്ള കഥകളാണെങ്കിൽ ഇപ്പോൾ VJ ജെയിംസിന്റെ കഥകൾ, അതുപോലെ ഒരുപാട് VJ ജെയിംസിന്റെ സുഭാഷ് ചന്ദ്രന്റെ കഥകളൊക്കെ നല്ല കഥകളാണ്. ഞാനീ പറയുന്നതുകൊണ്ട് ഇവർ മാത്രമല്ല, അത് കുറച്ച് ആൾക്കാരെ പറഞ്ഞുതരാം. VJ ജെയിംസ്, E സന്തോഷ് കുമാർ, ഹരീഷ്, സുഭാഷ് ചന്ദ്രൻ, അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഇവരൊക്കെ മുമ്പത്തെ രചനകളും വായിക്കണം. ഇന്നസ്മാനുവിന്റെ നല്ല നല്ല കഥകളുണ്ട്. ഒരുപാട് എഴുത്തുകാരുണ്ട്. നിങ്ങൾക്ക് അറിയപ്പെട്ട എഴുത്തുകാരുടെ എല്ലാവരും വായിക്കാം, അല്ലാത്തവരുടേത് വായിക്കാം. ഇപ്പോൾ ഷിഹാബുദ്ദീൻ എഴുത്തുകാർ ഒരുപാടുണ്ട്. അവർക്കുള്ള പറയാൻ ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഈ രചന തന്ത്രങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ വായിക്കാം. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ കാതികന്റെ കല, അതുപോലെ കാതികന്റെ പണിപ്പുരയുണ്ട്. പിന്നെ കാവ്യപാഠാവലി എന്ന പുസ്തകമുണ്ട്. കാവ്യപാഠാവലി സജയ് KV എഴുതിയതാണ്. സജയ് KVയുടെ കാവ്യപാഠാവലി. പിന്നെ എഴുത്തുകാർക്ക് ഒരു പണിപ്പുര എന്നൊരു ഗ്രന്ഥമുണ്ട്. കൽപ്പറ്റ നാരായണ ശൈലിയാണ്. അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് വാഗ്മിത്ത് എന്നുള്ള ഒരു കമ്പത്തിയുണ്ട്. ഇവിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൽ വാഗ്മിത്ത് എന്നുള്ളൊരു കമ്പത്തിയുണ്ട്. അതിൽ കുട്ടേട്ടൻ എന്ന പേരിലാണ് എഴുതുന്നത്. അതെ, കുട്ടേട്ടൻ തന്നെയാണ് പേര്. അതെ, കുട്ടേട്ടൻ എന്നുള്ള പേരിൽ കൽപ്പിക്കുന്ന 100 ആഴ്ചകളിലെ 100 കുറിപ്പുകളുടെ സമാഹാരമാണ് എഴുത്തുകാർക്ക് പണിപ്പുര. അത് നല്ല കാര്യമാണ്. അതിലുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സജയ് KVയുടെ കാവ്യപാഠാവലി. പിന്നെ വേറെ ഒരുപാട് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ സെഷനുകൾ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ LF-ലും മറ്റതുപോലെ പല ആകർഷകമുള്ള സെഷൻസ് ഉണ്ടാവും. എഴുത്തുകാരൻ അതൊക്കെ വായിക്കണം. പിന്നെ എഴുത്തുകാരുടെ കുട്ടിക്കാലം എന്നുള്ള പുസ്തകം നേരത്തെ പറഞ്ഞില്ല, ഡോക്ടർ ബോബി പുതുപ്പടങ്ങി എഴുതണം തോന്നുന്നു. അത് നല്ല പുസ്തകമാണ്.
ചെറുകഥ എഴുതുമ്പോൾ എന്നുള്ള പുസ്തകമുണ്ട്. ഡോക്ടർ എം ബഷീർ എഴുതിയത് ചെറുകഥ എഴുതുമ്പോൾ. പിന്നെ ചെറുകഥയെ കുറിച്ച് മുൻകാലങ്ങളിൽ എഴുതപ്പെട്ടതുണ്ട്. ഇപ്പൊ ചെറുകഥ സാഹിത്യം MP പോൾ എഴുതിയവരുണ്ട്. നോവൽ സാഹിത്യം MP പോൾ, അതൊക്കെ ആദ്യകാലങ്ങളിൽ എഴുതിയ പുസ്തകങ്ങളാണ്. അതുപോലെ ചെറുകഥ പ്രസ്ഥാനം അതൊക്കെ MP പോൾ എഴുതി. നോവൽ സ്വരൂപം എന്നുള്ള സുരേന്ദ്രൻ എഴുതിയ പുസ്തകമുണ്ട്. അതിലൊക്കെ പറയുമ്പോൾ കുറച്ച് കാലം മുമ്പ് എഴുതിയതാണ്. അതിൽ കാര്യമായിട്ട് സാങ്കേതികമായ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവും. പിന്നെ ഇതിൽ സാഹിത്യത്തെ കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാൻ, തീക്ഷ്ണമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സാഹിത്യ സിദ്ധാന്തങ്ങൾ പഠിക്കാം. സാഹിത്യ സിദ്ധാന്തം എന്താണ്? ധ്വനി എന്താണ്, എന്താണ് രസം, എന്താണ് വക്രോക്തി, അതിനെ കുറിച്ച് കാര്യങ്ങൾ പലാപ പഠിക്കുന്നില്ല. പലാപ അതേപോലെ മലയാളത്തിലുള്ള പലാപാണ് എന്ത് സാഹിത്യ സിദ്ധാന്തങ്ങൾ. പലാപ പഠിച്ചാൽ അറബി സാഹിത്യകാരന്മാർക്ക് ഉപകരിക്കും. ശരിയല്ലേ? കിതാബ് നന്നായി നോക്കാൻ താല്പര്യങ്ങൾക്ക് ഉപകരിക്കും. അതേപോലെ സാഹിത്യ സിദ്ധാന്തങ്ങൾ പഠിച്ചാൽ മലയാളം എഴുത്തുകാർക്ക് ഉപകരിക്കും. ഈ സിദ്ധാന്തം അറിയണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എഴുത്തുകാരനാകണം ആൾക്ക് സിദ്ധാന്തം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. സിദ്ധാന്തം അറിഞ്ഞാലേ നല്ലതാണെന്നേ ഉള്ളൂ. അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. പിന്നെ ഈ കൂട്ടത്തിൽ രചന പ്രസിദ്ധീകരിച്ചെന്നായിരുന്നു വേണമെങ്കിൽ കഥ വന്നത്. കഥ വന്നിട്ട് ഈ രചന വാങ്ങി വരാത്തവരാണ് എല്ലാവരും അല്ലേ? എല്ലാവരും പറഞ്ഞ ഈ ഉറങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കാൻ പറ്റില്ല. കാരണം അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നം കാണുന്നവരെ അറിയാൻ പറ്റില്ല. സ്വപ്നം കാണിക്കണം. അപ്പൊ ഇതില് കഴിയാനായിട്ടോ. അപ്പോ നല്ല ഇത് ഭക്ഷണം കഴിച്ച് കിടക്കില്ലേ സ്വാഭാവികമായിട്ടും. പിന്നെ ഓരോ അത്യാൾക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉറങ്ങി. ഇതുവരെ രചന പ്രസിദ്ധീകരിച്ച് വരാത്തവരാണ് ബാക്കിയുള്ളവരെങ്കിൽ അയച്ച ആളുകൾ കൂട്ടത്തിൽ അയച്ചിട്ട് വരാത്ത നിലവില് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയാലും ഞാൻ 10-18 രചനകൾ അയച്ച ശേഷമാണ് എൻ്റെ ആദ്യത്തെ ഒന്ന് വന്നത്. 10-18 അയച്ചിട്ടാണ്. എൻ്റെ പിന്നീട് 40ഓളം രചനകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ പഠന കാര്യങ്ങളായിട്ട് കൂടുതൽ എഴുതുന്നില്ല. മാതൃഭൂമി ആശുപത്രിയിൽ വാഗ്മീത്ത് വന്നിട്ടുണ്ട്, സുഗാന പ്രതിവാരത്ത് വന്നിട്ടുണ്ട്. പ്രതിവാരത്തിൽ ക്യാമ്പസ് കോളായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ നിസാരയിൽ വന്നിട്ടുണ്ട്, പലയിടത്തും വന്നിട്ടുണ്ട്. അപ്പോ ഞാനത് എൻ്റെ കാര്യം ഞാൻ വലിയ ആളാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾക്ക് അനുഭവം കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. 18 രചന അയച്ചിട്ട് വരാത്ത ഒരാൾക്ക് പിന്നീട് 40ഓളം രചന വരാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരുപാടായി ഒരു മോട്ടിവേഷനായിട്ട് പറഞ്ഞാണ്, സ്വന്തം കാര്യം പറയാൻ. അപ്പോ ഏറ്റവും ഫ്ലെക്സായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യം ഞാൻ കഥ പറഞ്ഞിരുന്നല്ലേ, ഒരു രാജാവിന്റെ കഥ. നിങ്ങൾക്ക് എഴുത്തുകാരനാണോ, നിങ്ങൾക്ക് വലിയ പണ്ഡിതനാണോ, നിങ്ങൾക്ക് വലിയ പ്രഭാഷകനാണോ, നിങ്ങൾക്ക് വലിയൊരു അധ്യാപകനാണോ, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാമുഖം നുകരാൻ കാരണമാകുന്ന ഒരു ഗുരുവിദ്യനാണ്, എന്തായാലും ആർക്കും ഒന്നും വെറുതെ